ഇത് പിക്സ്പാക്ക് റേ ഗോൾഡ് എന്ന് പറയുന്ന പ്രൊജക്ടറാണ്. ഇതിന്റെ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ കുറേയധികം പേര് ഈ ഒരു പ്രൊജക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പ്രൊജക്ടറിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ട്സും ക്ലിയർ ചെയ്യാം. അതേപോലെ തന്നെ ഈ പ്രൊജക്ടർ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ എന്തുകൊണ്ട് ബെസ്റ്റ് എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയോടെ പറഞ്ഞു തരാവേ. അപ്പോൾ ഇതൊരു 4K പ്രൊജക്ടർ ആണോ എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതൊരു 4K പ്രൊജക്ടർ അല്ല, ഇതൊരു ഫുൾ HD പ്രൊജക്ടർ ആണ്. 4K ഫയലുകൾ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്ടറിന്റെ പ്രത്യേകത. അതായത് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രൊജക്ടറുകളിലും 4K എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടായിരിക്കും, പക്ഷേ അത് 4K പ്രൊജക്ടർ ആയിരിക്കത്തില്ല. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഈ ഒരു പ്രൊജക്ടറിന്റെ അൺബോക്സിംഗ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലും അതേപോലെ ഐ ബട്ടണിലും കൊടുത്തേക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഇന്ന് അൺബോക്സിംഗും കാര്യങ്ങളും ഒന്നുമില്ല, നേരെ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഞാൻ ഏകദേശം 1 ഇയർ ആയിട്ട് ഈ ഒരു പ്രൊജക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ആദ്യം തന്നെ പറയാം. ഞാൻ കുറേയധികം മൂവീസ് ഈ ഒരു പ്രൊജക്ടറിൽ കണ്ടിട്ടുണ്ട്. എൻ്റെ മറ്റു പല പ്രൊജക്ടറുകൾ ഉണ്ടെങ്കിലും കൂടുതലും ഞാൻ മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാനായിട്ട് ഈ ഒരു പ്രൊജക്ടറാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ കാരണം ഇതിന്റെ പിക്ചർ ക്വാളിറ്റി തന്നെയാണ്. മിനി LED ടെക്നോളജിയാണ് ഈ ഒരു പ്രൊജക്ടറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ്നസ്സും നല്ല പിക്ചർ ക്വാളിറ്റിയും നമുക്ക് ഈ ഒരു പ്രൊജക്ടറിൽ കിട്ടുന്നതാണ്. അപ്പം ഞാൻ കൂടുതലും മൂവീസ് ഈ ഒരു പ്രൊജക്ടറിലാണ് കാണാറുള്ളത്. അതിനൊപ്പം തന്നെ ഈ പ്രൊജക്ടറിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ പ്രൊജക്ടറിന്റെ ഓഡിയോ ക്വാളിറ്റി സൂപ്പർ സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു പ്രൊജക്ടറിൽ കിട്ടുക. ഇതാണ് നമ്മളുടെ പിക്സ്പാക്ക് റേ ഗോൾഡ് എന്ന് പറയുന്ന പ്രൊജക്ടർ. ഈ ഒരു പ്രൊജക്ടറിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം 30,000 സംതിങ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. പക്ഷെങ്കിൽ 6,000 ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ടർ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6,000 ഡിസ്കൗണ്ടിൽ ഈ ഒരു പ്രൊജക്ടർ പർച്ചേസ് ചെയ്യാം. ഈ പ്രൊജക്ടറിന്റെ ആൻസി ലൂമൻ വരുന്നത് 2150 ആണ്. അതായത് ഡിം ലൈറ്റ് ഉള്ള ഒരു റൂമിലാണെങ്കിൽ പോലും നല്ല ബ്രൈറ്റ്നസ് ഈ ഒരു പ്രൊജക്ടറിന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ ഫുൾ ഡാർക്ക് റൂമിൽ അല്ലെങ്കിലും നിങ്ങൾക്ക് ഈ പ്രൊജക്ടറിൽ നിന്ന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പിക്ചർ ക്വാളിറ്റി കിട്ടും. അപ്പോൾ അതൊക്കെ ഞാൻ ഓൾറെഡി ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. മുമ്പുള്ള വീഡിയോകളിൽ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ടറിൽ കിട്ടും. പിന്നെയും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നല്ല ഡാർക്ക് റൂമിലാണ് നിങ്ങൾ പ്രൊജക്ടർ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഏറ്റവും മാക്സിമം അതിന്റെ ഒരു പിക്ചർ ക്വാളിറ്റി നിങ്ങൾക്ക് പ്രൊജക്ടറിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ സാധാരണ ഈ പ്രൊജക്ടർ സ്ക്രീനിലല്ല പ്രൊജക്ട് ചെയ്യുന്നത്, നേരെ വൈറ്റ് കളർ വാളിലേക്കാണ് പ്രൊജക്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊജക്ടറിന്റെ മാക്സിമം ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഒരു പ്രൊജക്ടർ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു പ്രൊജക്ടർ സ്ക്രീനൂടെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മാക്സിമം ക്വാളിറ്റിയിൽ ആ ഒരു പ്രൊജക്ടർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് ഈ പ്രൊജക്ടറിലെ ഓട്ടോ കീസ്റ്റോൺ ഓട്ടോ ഫോക്കസിങ്ങും പക്കയാണ്. 100% ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു കോംപ്രമൈസും ഈ ഒരു പ്രൊജക്ടർ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ ഏത് സ്ഥലത്ത് കൊണ്ട് ഈ പ്രൊജക്ടർ പ്ലേസ് ചെയ്തെന്ന് പറഞ്ഞാലും പ്രോപ്പറായിട്ട് ഓട്ടോ കീസ്റ്റോൺ ചെയ്ത് കറക്റ്റ് സ്ക്രീൻ ആയിരിക്കും നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ ഓട്ടോ ഫോക്കസിങ്ങും 100% പെർഫെക്റ്റ് ആണ്. ഒരു പ്രാവശ്യം പോലും മാനുവലി ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഈ ഒരു പ്രൊജക്ടറിൽ എനിക്ക് വന്നിട്ടില്ല. അടുത്തതായിട്ട് പ്രൊജക്ടർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പ്രൊജക്ടറിന്റെ സ്ക്രീൻ സൈസ്. ഇതിന്റെ മാക്സിമം സ്ക്രീൻ സൈസ് 150 ഇഞ്ചസ് വരെയാണ്. 100 to 150 ഇഞ്ചിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ടർ മാക്സിമം ബെറ്റർ ക്വാളിറ്റിയിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ഓഡിയോ എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ ഇൻബിൽഡ് സ്പീക്കറിൽ നിന്ന് തന്നെ നമുക്ക് മാക്സിമം സൗണ്ട് ക്വാളിറ്റി ലഭിക്കും. വലിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ HDMI ARC സപ്പോർട്ടഡ് ആണ്. ARC സപ്പോർട്ടഡ് ആയിട്ടുള്ള സൗണ്ട് ബാർ ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം ആ ഒരു സിനിമാറ്റിക് ലെവലിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ടറിനെ മാറ്റാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പല ARC സപ്പോർട്ടഡ് ആയിട്ടുള്ളതോ അല്ലാത്തതുമായിട്ടുള്ള പല സൗണ്ട് ബാറുകളൊക്കെ കണക്ട് ചെയ്ത് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു രീതിയിലുള്ള ഇഷ്യൂസും എനിക്ക് സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഈ ഒരു പ്രൊജക്ടറിൽ തോന്നിയിട്ടില്ല. കൂടുതലും ഞാൻ ഇതിന് ഇൻബിൽഡ് ആയിട്ടുള്ള സ്പീക്കറിൽ നിന്നുള്ള സൗണ്ട് വെച്ചിട്ട് തന്നെയാണ് മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാറുള്ളത്. നല്ല ക്ലിയർ സൗണ്ട് ആണ്. അതേപോലെ തന്നെ വോക്കൽസ് ഒക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. ലൗഡ്നെസ്സും അത്ര മോശമല്ല. 100 ഇടേണ്ട കാര്യമൊന്നുമില്ല. ഒരു 60-70 തന്നെ നമുക്ക് ഒരു റൂമിൽ പ്രോപ്പർ ആയിട്ട് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റി ഒരു പ്രൊജക്ടറിൽ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രൊജക്ടർ യൂസ് ചെയ്തപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇനി നമുക്ക് കുറച്ച് കമന്റ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് മുമ്പ് നമ്മൾ ഈ പ്രൊജക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോകളുടെ കമന്റ് സെക്ഷനിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്ത കുറച്ച് കമന്റ്സ് ഉണ്ട്. കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം, കൂപ്പൺ കോഡ് ആമസോണിൽ വർക്ക് ആകില്ല. അതായത് 6,000 rupees ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു കൂപ്പൺ കോഡ് ഞാൻ ആ വീഡിയോകളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നു. അപ്പം അത് ആമസോണിൽ വർക്ക് ആവുമോ ഇല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആമസോണിൽ ആ കൂപ്പൺ കോഡ് വർക്ക് ആവത്തില്ല. കാരണം അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കുള്ള കൂപ്പൺ കോഡാണ് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിക്സ്പാക്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ ഈ ഒരു പ്രൊജക്ടർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 6,000 റുപ്പീസിന്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഇനി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നല്ലാതെ ആമസോണിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്കുകൾ ഞാൻ കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത കമന്റ്, ട്രൈപോഡ് അറ്റാച്ച് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൈപോഡ് ഇതിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അടുത്ത കമന്റ്, കംപ്ലൈന്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ സർവീസ് അവൈലബിൾ ആണോ? ഈ ഒരു ക്വസ്റ്റ്യൻ ഏത് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുന്ന പറഞ്ഞാലും അതിന്റെ കമന്റ് സെക്ഷനിൽ കിട്ടുന്നതാണ്. അപ്പൊ ഈ ഒരു പ്രൊജക്ടറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡ് പ്രോപ്പർ സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് സെന്ററിന്റെ ത്രൂ അല്ല. നമുക്ക് ഈ ഒരു പ്രൊജക്ടർ വാങ്ങി എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ഓൺലൈനായിട്ട് തന്നെ ഇവരുടെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക. കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് വാറന്റി പീരീഡിലാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു സാധനം നമ്മുടെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് റിപ്പയർ ചെയ്തോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന കേസ് ആണെന്നുണ്ടെങ്കിൽ വാറന്റി പീരീഡിൽ റിപ്പയർ ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്ത് പുതിയ പ്രൊജക്ടർ നമുക്ക് വീട്ടിലെത്തിച്ചു തരും. ഇനി വാറന്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം അതിനും ഇവർക്ക് സൊല്യൂഷൻ ഉണ്ട്. വാറണ്ടി കഴിഞ്ഞു കഴിഞ്ഞാലും ഇതേ സെയിം പ്രോസസ്സിങ് തന്നെ നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നു. ഇവർ വീട്ടിൽ നിന്ന് പ്രൊജക്ടർ പിക്ക് ചെയ്ത് അതിലെന്താണ് കംപ്ലൈന്റ് എന്നുള്ളത് അവർ ചെക്ക് ചെയ്ത് ആ ഒരു പാർട്ട് മാറുകയോ അല്ലെങ്കിൽ ആ റിപ്പയറിംഗ് കോസ്റ്റ് എത്രയാണോ വരുന്നത് അത് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് മനസ്സിലായി. അപ്പം സർവീസിംഗിന്റെ കാര്യത്തിൽ ഇത് സർവീസ് സെന്ററിൽ കൊണ്ടു കൊടുത്തിട്ടല്ല ഈ പ്രൊജക്ടർ നമ്മൾ റിപ്പയർ ചെയ്യുന്നത്. ഇത് ഓൺലൈൻ സർവീസ് ആണ്. ഓൺലൈനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് അങ്ങനെയുള്ള സർവീസ് ആണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ കമ്പനികളും ആ രീതിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ചില എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡുകളൊക്കെ അവർക്ക് സർവീസ് സെന്ററുകൾ അവൈലബിൾ ആയിരിക്കും, അവിടെ പോയിട്ടായിരിക്കും നമ്മൾ സർവീസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രൊജക്ടറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ഒരു ബ്രാൻഡുമായിട്ട് സംസാരിച്ച സമയത്ത് അവര് സർവീസിംഗിന്റെ കാര്യത്തിൽ 100% അവർ ആ ഒരു ആഫ്റ്റർ സെയിൽ സർവീസ് പ്രോപ്പർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പ്രൊജക്ടർ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ടറുമായിട്ട് ബന്ധപ്പെട്ട സർവീസ് എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. കാരണം ഈ ഒരു പ്രൊജക്ടർ വാങ്ങാൻ നിൽക്കുന്നവർക്ക് അത് വളരെ യൂസ്ഫുൾ ആവും. അടുത്ത കമന്റ്, സ്ക്രീൻ യൂസ് ചെയ്യണം, അതായത് പ്രൊജക്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രൊജക്ടർ സ്ക്രീൻ യൂസ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി അതിനെക്കുറിച്ച് ഞാൻ വീഡിയോയിൽ സംസാരിച്ചായിരുന്നു. എന്റെ ഒരു അഭിപ്രായത്തിൽ പ്രൊജക്ടർ ഏതാണെങ്കിലും നിങ്ങളൊരു നല്ല ക്വാളിറ്റി ഉള്ള സ്ക്രീൻ തന്നെ യൂസ് ചെയ്യുക. ക്വാളിറ്റി ഉള്ള സ്ക്രീൻ ഞാൻ പറയാൻ കാര്യം, പ്രൊജക്ടർ സ്ക്രീന് പല ടൈപ്പ് വരുന്നുണ്ട്. ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തതും ഫുൾ HD 4K ഒക്കെ വരുന്നുണ്ട്. അപ്പം പ്രൊജക്ടർ സ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊജക്ടർ ഏത് ടൈപ്പ് ആണോ അതിനനുസരിച്ചുള്ള ഒരു സ്ക്രീൻ തന്നെ നിങ്ങൾ വാങ്ങുക. ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ പ്രൊജക്ടർ സ്ക്രീൻ ആണെങ്കിലും നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തുന്നത്. അപ്പോൾ അത് നമുക്ക് വാല്യൂ ഫോർ മണി ആവുന്ന രീതിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഒരു പ്രൊജക്ടർ വാങ്ങി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ പ്രൊജക്ടർ മാറ്റി പുതിയൊരു പ്രൊജക്ടറിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രൊജക്ടർ സ്ക്രീൻ അന്നേരവും പ്രയോജനം ചെയ്യണം. അപ്പൊ അതുപോലെ ആ ഒരു ക്വാളിറ്റിയിലുള്ള പ്രൊജക്ടർ സ്ക്രീൻ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത കമന്റ് നമുക്ക് നോക്കാം. ഇതിൽ സ്ക്രീൻ സൈസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? സ്ക്രീൻ സൈസ് നമുക്ക് ഇതിൽ സൂം ഇൻ സൂം ഔട്ട് ഓപ്ഷൻ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സാറിന് നമ്മൾ പ്രൊജക്ടറുകളുടെ ഡിസ്റ്റൻസിനനുസരിച്ചായിരിക്കും നമുക്ക് സ്ക്രീൻ സൈസ് കിട്ടുന്നത്. നമ്മൾ നമ്മുടെ സ്ക്രീനിൽ നിന്ന് പ്രൊജക്ടർ എത്രയും ബാക്കിലേക്ക് കൊണ്ടുവന്നു അതിനനുസരിച്ച് നമുക്ക് പ്രൊജക്ടർ സ്ക്രീൻ സൈസ് വലുതായിട്ട് കിട്ടും. അപ്പം നിങ്ങൾ ഈ പ്രൊജക്ടർ എവിടെയാണോ പ്ലേസ് ചെയ്യുന്നത്, നിങ്ങളുടെ സ്ക്രീൻ എവിടെയാണോ അതിനിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് പ്രൊജക്ടർ സ്ക്രീന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അത് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സൂം ഔട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സൂം ഇൻ ചെയ്തുകൊണ്ട് പ്രൊജക്ടർ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക നിങ്ങൾ റൂമിന്റെ സൈസിനനുസരിച്ച് പ്രൊജക്ടർ വെക്കുന്ന ഡിസ്റ്റൻസിനനുസരിച്ച് തന്നെ പ്രൊജക്ടർ സ്ക്രീൻ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അടുത്ത കമന്റ്, മൈ room is dark, can I dim the brightness to comfort my eyes, can you show me that by a video? അതായത് ഡാർക്ക് റൂമിലെ ബ്രൈറ്റ്നസ് ഇതിന്റെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ആവശ്യമുള്ള ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഞാനിത് ഫുൾ ബ്രൈറ്റ്നസ്സിലല്ല യൂസ് ചെയ്യാറുള്ളത്. ഞാനൊരു പകുതി ബ്രൈറ്റ്നസ് ഒക്കെ ഇട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഡാർക്ക് റൂം ആണെങ്കിലും ഡിം ലൈറ്റ് ഉള്ള റൂം ആണെങ്കിലും ഞാൻ പകുതി ബ്രൈറ്റ്നസ്സിലൊക്കെയാണ് യൂസ് ചെയ്തത്. കാരണം അത്രയും ബ്രൈറ്റ്നസ്സിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വിഷ്വൽ ക്വാളിറ്റി ഈ ഒരു പ്രൊജക്ടറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ റിക്വയർമെന്റിനനുസരിച്ച് ആ ഒരു കാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ അത് ഞാൻ ഇത്ര പെർസെന്റേജിൽ ബ്രൈറ്റ്നസ് വെക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഓരോ സിറ്റുവേഷനും ഓരോ റൂമിന്റെ കണ്ടീഷനും അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അടുത്ത കമന്റ്, ഇതിന്റെ ലൈഫ് അവർ, അതായത് ലാംപ് ലൈഫ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 50,000 hours ആണ് ബ്രാൻഡ് പറയുന്നത്. 50,000 hours എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വർഷങ്ങളോളം പ്രൊജക്ടർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ കിട്ടിയ കുറച്ച് കമന്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. നിങ്ങൾക്കും ഈ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ ഒരു പ്രൊജക്ടർ വാങ്ങണോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കുറേയധികം ബ്രാൻഡുകൾ കുറച്ചധികം പ്രൊജക്ടറുകൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു പ്രൊജക്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള, അപ്പോൾ ഞാൻ എല്ലാ പ്രൊജക്ടുകളിലും കമ്പയർ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരാളല്ല. കുറച്ച് ബ്രാൻഡുകളുടെ പ്രൊജക്ടുകൾ ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുമായിട്ടൊക്കെ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൊജക്ടറിൽ കിട്ടും. പിക്ചർ ക്വാളിറ്റി കുറച്ച് ബെറ്റർ ആയിട്ട് കിട്ടും. നല്ല സൗണ്ട് ക്വാളിറ്റി കിട്ടും.
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. സർവീസിന്റെ കാര്യത്തിൽ ഞാൻ ആ പറഞ്ഞതുപോലെ ഓൺലൈൻ സർവീസിങ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു പ്രൊജക്ടറിനുണ്ട്. പിന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല പക്ക ബിൽഡ് ക്വാളിറ്റിയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ല ഡീലാണ്. ആമസോണിൽ നിന്നോ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒഫീഷ്യൽ വെബ്സൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രൈസ് ഇപ്പം 30,000 ആണ്. 6,000 ഡിസ്കൗണ്ടിൽ നമുക്ക് 24,000 ഈ ഒരു പ്രൊജക്ടർ വാങ്ങാനായിട്ട് പറ്റും. ഇനി ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24,799 രൂപയ്ക്കായിരിക്കും ഈ ഒരു പ്രൊജക്ടർ കിട്ടുന്നത്. അതായത് 200 രൂപ ഇവിടെ കൂടുതലാണ്. പക്ഷെങ്കിൽ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്, നമ്മളിവിടെ കാർഡ് ഓഫർ ഒക്കെ ഇട്ടിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഡിസ്കൗണ്ട് കിട്ടും. ഇപ്പൊ ICICയുടെ ആമസോൺ ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ 1,239 രൂപ ഇപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പം ഓഫർ സെയിൽ ടൈമിലൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ഡിസ്കൗണ്ടിൽ ആമസോണിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ കാർഡുകളൊന്നും ഇല്ല, നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രൊജക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പം തന്നെ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇഷ്ടം പോലെ അൺബോക്സിംഗ് പ്രൊഡക്റ്റ് റിവ്യൂ വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടണമെങ്കിൽ ബെൽ ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു പ്രൊജക്ടറിന്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതിൽ നല്ലൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ ആയി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.